ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി കുട്ടി ചെന്ന ഗ്രേസ് അമ്മയോട് പറയുന്നുണ്ട്, ആൻറ്റിയുടെ ആ അടഞ്ഞു കിടക്കുന്ന ആ റൂം ഞാൻ തുറന്നോട്ടെ, എന്നിട്ട് അവിടെ നല്ല നീറ്റാക്കി വെക്കാം. അതൊന്ന് വേണ്ടടി പെണ്ണേ, അങ്ങനെ പറയല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ റൂം നല്ല വൃത്തിയാക്കിയൊക്കെ വെക്കണം, എന്നാലേ നമുക്ക് അവരോട് ആ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ കൂടെ തന്നെ അവരുണ്ടാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുറിയൊക്കെ വൃത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. എന്നിട്ട് ആ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് തിരികെ കൊളുത്തണം. സമ്മതിക്കാവോ എന്ന് ചോദിക്കാട്ടോ. രേവതിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ചെറിയൊരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ. മനസ്സിനൊരു സമാധാനം വരുന്നുണ്ട്. തൻ്റെ മോൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ മുറി നല്ല വൃത്തിയായിരിക്കട്ടെ എന്ന് വിചാരിക്കുക. എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോടി എന്ന് പറയാട്ടോ. ആ സന്തോഷത്തിൽ ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുമ്പോൾ രേവതി അങ്ങനെ ഓടി ചെല്ലാട്ടോ ആ മുറിയൊക്കെ വൃത്തിയാക്കാനായിട്ട്. പോരാഞ്ഞിട്ട് അലീനെ വിളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗ്രേസമ്മയുടെ ഫോണിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എടി മോളെ, നിനക്ക് ഞാനൊരു ഫോൺ വാങ്ങി തരട്ടെ ചോദിക്കാട്ടോ. അപ്പോൾ രേവതി പറയണം, എനിക്ക് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല ആൻറ്റി. എന്തിനാ അലീന ചേച്ചി വിളിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആൻറ്റിയുടെ ഫോണിൽ ഞാൻ വിളിച്ചാൽ പോരെ? അത് വേണ്ട, നിനക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ വേണം, അത് നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മാമച്ചനോട് പറയാണ്, ഇവൾക്ക് നമുക്കൊരു പുതിയ ഫോൺ വാങ്ങി കൊടുക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ രേവതിക്ക് സന്തോഷം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വിളമ്പിയൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് തന്നെ സ്വന്തം അമ്മയായ വൈജയന്തിയോട് ചോദിക്കുകയാണ്, മാഡം, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം, പിന്നെ എനിക്ക് എറണാകുളം വരെ പോകാനുണ്ടെന്ന് പറയാം. നിനക്കെന്തിനാ ലീവ്? അതിന് നിനക്ക് സ്വന്തക്കാരൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. നീ അനാഥയാണെന്നല്ലേ പറഞ്ഞത്? ആ, അനാഥയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ വളർത്തിയൊരു മോളുണ്ട്, രേവതി കുട്ടി. അവൾ കുഞ്ഞായിരിക്കും എൻ്റെ കയ്യിൽ വന്നതാണ്. ഞാനാണ് അവളെ വളർത്തി വലുതാക്കിയത്. അവളിപ്പോൾ കോട്ടയത്തൊരു വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി കാണണം. എനിക്ക് എറണാകുളത്ത് പോകണം. ആ, അത് ശരി. അപ്പോൾ നീ എന്താ എറണാകുളത്ത് പോകണം തീരുമാനിച്ചിരിക്കുക? അതെ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇല്ല, അല്ലെങ്കിൽ തന്നെ ഈ ജോലിക്കാർക്ക്, വീട്ടു ജോലിക്ക് നിൽക്കുന്നിടത്ത് ആർക്കടി ലീവ് കൊടുക്കുക? ഏത് ജോലിക്കും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ലീവ് കൊടുക്കാത്ത ആരുമില്ല. എല്ലാവരും ലീവ് കൊടുക്കും. പിന്നെ ഇതൊക്കെ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല, അറിഞ്ഞു തരേണ്ടതാണ് എന്നും കൂടെ വൈജയന്തിൻ്റെ മുഖത്തേക്ക് ചോദിക്കണം കേട്ടോ. ചമ്മി നാറി പോകുന്നുണ്ട് വൈജയന്തി. എന്നിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. നിനക്ക് ബന്ധുക്കളും സ്വന്തക്കാരൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഉടായിപ്പും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാ, ആ, മാഡത്തിന് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ബന്ധത്തിൻ്റെ വില പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അലീന പോവാട്ടോ. അതുപോലെ ബാലചന്ദ്രൻ വൈജയന്തി ശരിക്കും വഴക്കും പറയുന്നുണ്ട്. നീ എന്ത് ഭാവിച്ചാൽ അവളോട് ഇങ്ങനെ സംസാരിക്കണത്? നീ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, ബാങ്കിൽ മാനേജറായിട്ട് ഇരിക്കുന്നവരല്ലേ? നിനക്കൊരു മാസം എത്ര ലീവുണ്ട്? സിക്ക് ലീവ്, ആ ലീവ്, ഈ ലീവ് എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വർഷത്തിൽ തന്നെ നീ എത്ര ലീവുകളാണ് എടുക്കുന്നത്? അപ്പോൾ വീട്ടു ജോലി ചെയ്യുന്നവർക്ക് എന്താ ലീവ് പാടില്ല എന്നുണ്ടോ? എന്തിനാ വൈജയ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സംസാരിച്ച് കുളമാക്കുന്നത്? അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ തന്നെയാണ് എപ്പോഴും ശത്രുവായിട്ടിരിക്കുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം തന്നെ മനു രാവിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. കാരണം എറണാകുളത്ത് വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ നിർത്തി നാട്ടിലേക്ക് സെറ്റിലാവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇറങ്ങാം. മനുവിന് വേണ്ടി ഒരു പെണ്ണിനെ ഇവരെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പെണ്ണിനെ കുറിച്ചൊക്കെ കമല ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ. അപ്പോൾ മനു അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണില്ല. മനുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും കമലയും വീട്ടുകാരൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കമല പറയുന്നുണ്ട്, ആ പെൺകുച്ചിനെ നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, സംസാരിക്കണം, നമുക്ക് ഒരു ദിവസം അവരുടെ വീട്ടിൽ പോകണം എന്നൊക്കെ. പക്ഷേ മനു പറയുക, ഞാനൊരു വീട്ടിലും വരുന്നില്ല. അവളുമായിട്ട് ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അവളെ എൻ്റെ കൂടെ പഠിച്ചത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ വരാനൊന്നും ഞാൻ തയ്യാറല്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പോകുമെന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചു നേരെ ചെല്ലുന്നത് അലീന നിൽക്കുന്ന വീട്ടിലേക്ക് കേട്ടോ. മുത്തശ്ശിയെ കണ്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് നമ്മുടെ മനുവിനോട്. എന്നിട്ട് പറയാം, അലീന 2 ദിവസത്തെ ലീവ് ചോദിച്ചിരുന്നു. എടാ, പിന്നെ മുത്തശ്ശൻ അന്ന് അവളെ പോയി വിളിക്കുന്ന സമയത്ത് ലീവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുക. അപ്പോഴാണ് മനു പറയുന്നത്, അതെ, ആ ബ്രിജിതാമ്മ പറഞ്ഞിരുന്നു 2 ദിവസം അവൾക്ക് എല്ലാ മാസത്തിലും കൊടുക്കണമെന്ന്. ആ, അത് ശരി, അവളുടെ എല്ലാവരെയും പോയി ഒന്ന് കാണണമല്ലോ അവൾക്ക്, അതുകൊണ്ടാണ്. എന്നിട്ട് വൈജയന്തിയോട് പറഞ്ഞിട്ട്, ആൻറ്റി അവൾക്ക് ലീവ് കൊടുക്കണം കേട്ടോ. ആ, ശരി ശരി, കൊടുത്തേക്കാം, ഞാൻ എന്തായാലും ബാങ്കിലേക്ക് പോവാം എന്ന് പറഞ്ഞ് വൈജയന്തി നേരെ പോവാണ്. അങ്ങനെ നേരെ മുത്തശ്ശിയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ മനു. അവിടെ അലീന നിൽപ്പുണ്ട്. അങ്ങനെ അലീനയോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും എൻ്റെ രേവതി കുട്ടീനെ കാണാൻ പോയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയാം. നീ എങ്ങനെയാണ് പോവുക? ഒറ്റയ്ക്കാ?
ആ ഒറ്റയ്ക്ക് തന്നെ പോവാം, ആരും ഇല്ലാതർക്കും ദൈവം തുണയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ശരി, പിന്നെ അതിന് വേണ്ടി പൈസയൊക്കെ ഉണ്ട് നിനക്ക്? ആ ശമ്പള പൈസ എനിക്ക് തന്നത് അന്ന് വഴക്കൂടി ഉണ്ടെന്ന് ഞാൻ തിരിച്ചു കൊടുത്തിരുന്നല്ലോ, അതിന് ചോദിച്ച് വാങ്ങണം. ഞാൻ പറയണോ ആൻറ്റിയോട്? വേണ്ട, 2 ദിവസത്തിനകം തന്നാലും മതി. ഓ ശമ്പള പൈസയൊക്കെ ഇത്തിരി പതിയെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി നീ തന്നെ ആവും എന്നൊക്കെ പറഞ്ഞ് അലീനെ കളിയാക്കും കേട്ടോ. അങ്ങനെ മനു വിചാരിക്കുന്നുണ്ട് അലീന എന്തായാലും പോവുകയാണെങ്കിൽ അലീനയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.